ആരാ? ഞാൻ സുമതി ചേച്ചി പറഞ്ഞില്ലേ? ഓ മനസ്സിലായി. അകത്ത് വരും വരും. ഈ സുമതി ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കാര്യം ഓക്കെ അല്ല, ശരിയല്ലേ? അത് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ ചേച്ചി? അത് സിമ്പിൾ കാര്യം. ചേച്ചി ഇപ്പൊ ഒരു 60,000 രൂപ ഇതിനോട്ട് മുടക്കുന്നു. 1,20,000 രൂപയുടെ വണ്ടി ചേച്ചിക്ക് 60,000 രൂപയ്ക്ക് തരും. പല പല കമ്പനികളുടെ പരിപാടിയാണ്. ഇപ്പൊ US ഡ്രംപ് വന്നേ പിന്നെ പകുതി ഇന്ത്യക്കാർക്കും ഫ്രീ ആയിട്ട് കുറെ പൈസ കൊടുക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പം ചേച്ചി എന്ത് ചെയ്യണം? ചേച്ചി ഈ സ്കൂട്ടറിന് പകുതി പൈസ അടിച്ചാൽ ബാക്കി പകുതി പൈസ ട്രംപ് അടയ്ക്കും. ട്രംപ് അടയ്ക്കും. അപ്പൊ അമേരിക്ക കുറെ കോടീശ്വരന്മാര് പൈസ വേണ്ടാതിട്ടേക്കാണ്. ആ പൈസ എല്ലാം ചേച്ചി ഇതേപോലെ പാവം കൊടുക്കാനാണ് തീരുമാനം. ചേച്ചിയെ പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പൈസ ഞാനില്ല. ഇപ്പൊ ഈ പൈസ കൊണ്ടുകൊണ്ട് എനിക്കെന്ത് ചെയ്യാനാ? ഞാൻ കൂടി വന്നാൽ കുറച്ച് പൈസ വല്ലതും എടുക്കാൻ പറ്റും. അല്ലാതെ ബാക്കിയെല്ലാം ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാനാണ് എന്റെ തീരുമാനം. അവൻ ചേച്ചിയെ പോലുള്ള പാവങ്ങളെ തപ്പിപ്പിടിച്ച് സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സ്റ്റൈല്. പൈസയെ കുറിച്ച് ഓരോ ടെൻഷൻ അടിക്കണ്ട. ചേച്ചിയുടെ ഇപ്പൊ എത്രയുണ്ട് കയ്യില്? എന്റെ ഇപ്പൊ വാടക കൊടുക്കണം 10,000. അതൊരു അഡ്വാൻസ് ആയിട്ട് ഇട്. അക്കൗണ്ട് നമ്പർ തരാം. ചേച്ചി ഈ മാലയൊക്കെ കൊണ്ട് പണയം തരും. ശരിയാണ്. അപ്പം ചേച്ചി ചേരുകയല്ലേ? ചേരാം. പക്ഷെ മാല വെക്കണമെങ്കിൽ അവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ തീരുമാനമുള്ളൂ. പുള്ളിയെ ഒന്ന് അത്ഭുതപ്പെടുത്ത്. 60 പേരെ ചേച്ചി ചേർത്ത് തന്നെന്ന് വെച്ചോ. ചേച്ചിക്ക് മാല എടുക്കാനുള്ള 60,000 രൂപ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 6,000 രൂപ വെച്ച് കമ്മീഷൻ ചേച്ചിക്ക് തരും. കമ്മീഷൻ കിട്ടുമ്പോ ഗൂഗിൾ പേ 88 48 58 11 21 41. ഇതാണോ നമ്പർ? അത് തന്നെ. ഓക്കെ. അവൻ ചേച്ചി ചേർന്നിട്ട് സന്തോഷം. പോട്ടെ. ആരേലേക്ക് വേണ്ട എന്നെ വിളിക്കും. ഉണ്ട് നമ്മൾ കുടുംബശ്രീയിലൊക്കെ ഉള്ള എല്ലാരും ചേർത്ത് എല്ലാവർക്കും ട്രംപ് കൊടുക്കും. അപ്പൊ 1000 ഫുൾ എമൗണ്ടും ട്രംപ് കൊടുക്കും. കമ്മീഷൻ കിട്ടൂല. കമ്മീഷൻ 1000 2,000 ഒക്കെ വെച്ച് ഞാൻ തരാം. എനിക്ക് ഈ പൈസ ഒന്നും ഒരു കാര്യമില്ലെന്ന് ചേച്ചി എടുത്തല്ലോ. നല്ല മനുഷ്യൻ. ഇതുപോലുള്ളവര് വേണം ഈ ലോകത്ത്. ദീർഘായുസ് കൊടുക്കട്ടെ.